ഹലോ ഫ്രണ്ട്സ്, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ കാലുപൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. ഇവിടെ മെയിനായിട്ട് കാലുപൂർ എന്ന് പറയും, കാലുപൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ അഹമ്മദാബാദ് അല്ലെങ്കിൽ കാലുപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് കൂടി നടന്നു വരികയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ബസ് സ്റ്റാൻഡ് അടുത്താണ്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 20 രൂപ കൊടുത്താൽ നമുക്ക് ഓട്ടോ ഉണ്ടാവും. ഈ ടെമ്പോ മാതിരിയിലെ ചെറിയ ഓട്ടോ ഉണ്ടാവും, സാധാ ഓട്ടോ ഉണ്ടാവും. അതിൽ കയറി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അടുത്ത് വന്നു. ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെ. ഇവിടെ ഒരു ചെറിയൊരു ദർവാജ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു കോട്ടവാതിൽ പോലത്തെ ഉണ്ട്, ഒരു ഫൗണ്ടനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കി, അതെന്നാ സംഭവം നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പഴയ കാലത്തെ ഒരു ഇതാണത്, ഒരു കോട്ടവാതിലാണ്. പണ്ടേതോ വർഷം ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ജസ്റ്റ് പോയി നോക്കി ഞാൻ. ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഒരു സിഗ്നലിൻ്റെ നടുക്കൊക്കെ ഒരു ഫൗണ്ടൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി വെക്കാറില്ല, അതേപോലെ ഒരു ലേഔട്ട് മുതലേ ഒരു സംഭവം ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഇവിടെ സോസും കപ്പിലൊക്കെ ചായ വരിക കേട്ടോ. 15 രൂപയാണ് ചായക്ക് വരുന്നത്. 10-15 രൂപയ്ക്ക് നമുക്ക് ചായ കിട്ടും. ഇതാണ് അഹമ്മദാബാദ് ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ദൃശ്യമാണിത്. അത്യാവശ്യം ക്രൗഡൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് നല്ല പുറമോടി നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് ബസ് കയറി വന്നു. ഇന്ന് നമ്മൾ സബർമതി ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ഫസ്റ്റത്തെ ദിവസം ഞാൻ സബർമതി ആശ്രമം. അപ്പോൾ സബർമതി ആശ്രമത്തിലെത്തി. ആ കാണുന്നതാണ് സബർമതി നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സബർമതി നദി, ഇതാണ് സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ നടന്നിട്ട് അങ്ങ് വരെ പോവാം. അപ്പുറത്തെ സൈഡിലുണ്ട്, മറുകരയിലുണ്ട്, ഇപ്പുറമുണ്ട്. വലിയ റിവർ ഫ്രണ്ടാണ് കേട്ടോ. ഒരു വാക്ക് വേ ആണിത്. ഈ റിവർ ഫ്രണ്ട് അങ്ങ് പോയാൽ നമുക്ക് അടൽ ബ്രിഡ്ജ് ഉണ്ട്, അത് നമുക്ക് കാണാൻ വേണ്ടി പോകണം. ഇപ്പം ഞാനുള്ളത് സബർമതി ആശ്രമത്തിലാണ്. നടന്നിട്ടൊക്കെ പോകണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. ചെറിയ നടത്തൊന്നുമല്ല, നല്ല വെയിലൊക്കെ ഉണ്ട്. ഈ വാക്ക് വേല നിപ്പാലും നടക്കുന്നില്ല. നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് മാത്രമേ, രാത്രിയൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ. രാത്രി നല്ല ലൈറ്റിലൊക്കെ കുളിച്ച് കിടക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം നിന്നു. ഇതാണ് സബർമതി നദി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു എന്താ പറയുക, 90 വർഷത്തിന് മുകളിലായില്ലേ, അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഒരുപാട് ചരിത്രങ്ങൾ. അവിടത്തേക്ക് നമുക്ക് പോവാം. ഇതാണ് എന്താ പറയുക ഗാന്ധിജിയുടെ ആദ്യത്തെ ആ വീട്. ഇത് കസ്തൂർബ ഗാന്ധിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർ താമസിച്ച റൂമാണിത്. ഒരാൾക്കാർ താമസിച്ച റൂം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് ഉപയോഗിച്ച ചില സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നതാണ് ഈ ആശ്രമം എന്ന് പറയുന്നത്. തിരക്ക് കുറവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് പഠിച്ചാണ്. ഇത് മോഹൻ ടു മഹാത്മാ, മോഹനിൽ നിന്ന് മഹാത്മയിലേക്ക് വരുന്ന ആ ഗാന്ധിജിയുടെ ആ ലൈഫ് സൈക്കിളിൻ്റെ വർഷമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗസ്റ്റുകൾക്ക് ഇരിക്കാവുന്ന റൂമുകളൊക്കെയാണ്, ഗസ്റ്റ് റൂമൊക്കെയാണ്. ഇതിനകത്ത് ഇപ്പോൾ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് പഴയ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അന്ന് അത്രക്കും ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ മോശമാണല്ലോ. ഗാന്ധിജിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ട്രെയിനിൽ നിന്നൊക്കെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. മുമ്പ് നമുക്കറിയായിരുന്നു, നമ്മൾ പഴയ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജഗദീഷ് മുണ്ടെടുത്ത് ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി കയറ്റില്ല. അത് അവരുടെ ഒരു ഡ്രസ്സ് കോഡ് ശരിയല്ല എന്ന് പറയും. അപ്പോൾ തൊട്ടടുത്തൊരു സായിപ്പ് ട്രൗസർ ഇട്ടിട്ട് പോകുന്നു. സായിപ്പ് ഒരു 3/4 ഇട്ടിട്ട് പോകുമ്പോൾ സെക്യൂരിറ്റി കയറ്റി. ഉടനെ ജഗദീഷ് എന്താ ചെയ്തു, മുണ്ടെടുത്ത് അയച്ചു മാറ്റി ജഗദീഷ് ഏട്ടൻ. അപ്പോൾ ജഗദീഷ് സെക്യൂരിറ്റി വിട്ടു. അപ്പം അന്ന് ആ മനുഷ്യൻ അനുഭവിച്ച ആ ഒരു അനീതിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് പഴയ വസ്തുക്കളൊക്കെ ഉണ്ട്, അന്ന് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ചർക്ക. ചർക്കയാണ് മെയിൻ ഗാന്ധിജി നമുക്ക് കൊണ്ടുതന്ന കാര്യം. ഗാന്ധിജി പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. അതുപോലെ ഇവിടെ പ്രയർ റൂമുണ്ട്. ഇതാണ് ഗാന്ധിജിയുടെ റൂം. ഈ കാണുന്നതാണ് ഗാന്ധിജിയുടെ റൂം. ഇവിടെയാണ് അദ്ദേഹം ഉറങ്ങിയത്. ഇവിടെ നിന്ന് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഗാന്ധിജീസ് റൂം എന്ന് പറയുന്നത്. അത് ഇന്ത്യയെ മുഴുവൻ അഫക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ലോകം മുഴുവൻ
ഗാന്ധിജി എന്നുള്ള വ്യക്തിയുടെ അറിയാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ഒരു കാരണമായ ചില തീരുമാനങ്ങളെടുത്ത സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ മെയിനായിട്ട് ഗാന്ധിജിയെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അന്ന് വിചാരിച്ചായിരുന്നു ഒരിക്കലെങ്കിലും വരണം, ഗുജറാത്ത് വഴി ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പ് അടിക്കുമ്പോൾ സബർമതി ആശ്രമം വഴി ഒന്ന് വരണം, ഗാന്ധിജി അന്ന് ലോകത്തിന് കൊടുത്ത ഈ സംഭാവനകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് അന്ന് ചിന്തിച്ചായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ പലതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഇവിടെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. സബർമതിയുടെ തൊട്ടപ്പുറം നോക്കുകയാണെങ്കിൽ വലിയ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കാണാം. പക്ഷേ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഗാന്ധിജി എന്താ പറയുക, ഇവിടെ ആശ്രമം ചെയ്തെടുക്കുമ്പോൾ ഇത് ചെറിയൊരു സ്ഥലമായിരിക്കും. ഇവിടെ സബർമതി ആശ്രമം ഉണ്ടാവും, അതുപോലെ സബർമതി പുഴ മാത്രം ഉണ്ടാവുള്ളൂ. ബ്രിഡ്ജ് അന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ റോഡുകളൊക്കെ അന്ന് ഈ രീതിയിലുള്ള ഞാൻ വന്ന രീതിയിലുള്ള റോഡുകളോ ബസ് സ്റ്റാൻഡുകളൊന്നും ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു എന്താ പറയുക, അത്രയും ജനങ്ങൾ ആ രീതിയിൽ ജീവിക്കുന്നതാണ്. അതിൽ നിന്ന് ഇന്ന് രാജ്യം ഇത്രത്തോളം വളർന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് വളരെ മനോഹരമായി ഗാർഡൻ ചെയ്തതാണ് കേട്ടോ. സബർമതി ആശ്രമം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്, നല്ല ലൊക്കേഷനാണിത്. നല്ല ഫ്ലവേഴ്സും മരങ്ങളെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഗാർഡനിങ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പീസ് ടൈമാണ് ഇവിടെ വന്നാൽ. ഇത് തന്നെയാണ് ആശ്രമം ഇദ്ദേഹം ഉദ്ദേശിച്ചതും. കാരണം വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നത് തന്നെ അതാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാനല്ല പറഞ്ഞത്, കുറച്ച് നിസ്സഹരണ പ്രസ്ഥാനം അതേപോലെ എന്താ പറയുക, അഹിംസ, അതൊക്കെയാണ് അദ്ദേഹം മുൻനിർത്തിയത്. ഒറ്റയടിക്ക് ഇപ്പോൾ അന്നെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമുക്ക് ഇന്നത്തെ തലമുറക്ക് അറിയില്ല. മുമ്പത്തെ തലമുറ എന്ന് പറയുന്ന ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജീവിച്ച ആ രീതിയിലായിരുന്നു. യുദ്ധം, പട്ടിണി, ക്ഷാമം, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്, യുദ്ധമൊക്കെ അന്ന് മെയിനായിരുന്നു. അന്ന് യുദ്ധത്തിൽ കൂടി ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കൽ തന്നെയാണ് പണി. അപ്പോൾ അവിടെയാണ് ഈ സമാധാനം എന്നുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ലോകത്ത് കൊണ്ടുവന്നാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിജി ചെയ്തത് വളരെ വളരെ വലിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ 2-3 ചെറിയ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട്, മ്യൂസിയം ഉണ്ട്. ഇതൊരു മ്യൂസിയമാണ്, നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ വലിയ രീതിയിൽ നമുക്ക് സൗണ്ടോ കാര്യങ്ങളൊന്നും ആക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധി ആശ്രമമാണ്, ആ രീതിയിൽ നമ്മൾ വരണം. അപ്പോൾ ഞാനിവിടുത്തെ ഒരു റൂമിൽ കയറി. ഇവിടെ നമുക്കായി ചില കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, ഇന്നത്തെ തലമുറ കാണേണ്ടതാണ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ച എന്താ പറയുക, ചില ടേബിളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതൊരു പഴയ ടേബിളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് പോയാൽ നമുക്ക് ചർക്ക കാണാം. ചർക്ക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്, ചർക്കാസ്. കാരണം എന്ന് വെച്ചാൽ ചർക്ക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബേസിക്കായ ആവശ്യമാണ്. ഭക്ഷണം, വസ്ത്രം, ഫുഡ്, വെള്ളം എന്നൊക്കെ പറയുന്നത്. ആ ഭക്ഷണം, ആ വസ്ത്രം ഉണ്ടാക്കുന്ന ഓരോ മനുഷ്യനും അവന് വേണ്ട ഒരു വസ്ത്രത ഇങ്ങനത്തെ ഒരു മെഷീനിൽ ഉണ്ടാക്കാം, ഇതുപോലുള്ള ഒരു ചർക്കയിൽ ഉണ്ടാക്കാം. മെഷീനല്ല, ഒരു ചർക്കയിൽ ഉണ്ടാക്കാമെന്ന് ലോകത്ത് കാണിച്ചു തന്നെയാണ്. അന്ന് നിങ്ങൾ പഴയ കാലത്തെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ നോക്കിയാൽ മതി. അന്ന് കളർ ഡ്രസ്സുകളൊന്നും ഇല്ല. കളർ ഡ്രസ്സുകളൊക്കെ വരണത്ര യൂറോപ്പന്മാരിലൊക്കെ കണ്ടുപിടിച്ച് വരുന്നത്രേ ഉള്ളൂ. അന്ന് മെയിൻ വൈറ്റാണ്. ആണായാലും പെണ്ണാലും ഒരു വൈറ്റ് ഷർട്ട് ഇടും, വൈറ്റ് ചട്ട, മുണ്ട് എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു മേൽ ഡ്രസ്സും, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് എന്താ പറയുക, കളർ ഡ്രസ്സൊക്കെ വരുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ഒരു ഉടുകാനൊരു ഡ്രസ്സ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒറ്റ വസ്ത്രം മാത്രമുള്ള ഒരാളുണ്ടായിരുന്നു. ഒറ്റ വസ്ത്രം മാത്രമുള്ള എത്ര പേരുണ്ട് അറിയാം. ഇതുണ്ട ചർക്കയുടെ വിവിധ മോഡലുകളൊക്കെയാണത്. ഇത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, വലിയ വലിയ ചർക്കകൾ. അപ്പോൾ അവിടെയാണ് ഗാന്ധിജി ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഈ ചർക്കയിൽ കൂടി ഒരു വസ്ത്രം ഉണ്ടാക്കുക, ഒരു വസ്ത്രം ഉണ്ടാക്കിയാൽ അത് അവന് ഉപയോഗിക്കാം എന്ന് ലോകത്ത് കാണിച്ചു തന്നു. മാത്രമല്ല അന്ന് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നമുക്കറിയില്ല, വിദേശ കമ്പനികളാണ്, വിദേശ മില്ലുകളൊക്കെ വരാൻ തുടങ്ങി, മെഷീനുകളൊക്കെ കണ്ടുപിടിച്ച് വിദേശ മില്ലുകളൊക്കെ വരാൻ തുടങ്ങി. ആൾക്കാരുടെ പൈസയൊന്നും ഉണ്ടാവില്ല ഇത് വാങ്ങാൻ. അപ്പോൾ ഈ ഒരു ചർക്ക ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്വയം തൊഴിൽ നേടാം, അവനാവശ്യമുള്ള വസ്ത്രം ഉണ്ടാക്കാം, അവൻ്റെ കുടുംബത്തിലുള്ള വസ്ത്രം ഉണ്ടാക്കാം. ഇതൊക്കെയാണ് അദ്ദേഹം കാണിച്ചത്. ഇത് ചർക്കയുടെ വലിയ സൈസാണ് കേട്ടോ. ചെറുത്, മീഡിയം, വലുത് ഈ രീതിയിലൊക്കെ വരും. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് നമുക്കത് തിരിച്ചിട്ട് നമുക്കതിൽ നൂറ്റിട്ട് നമുക്ക് എന്താ പറയുക, വസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം.
അല്ലെങ്കിൽ വെച്ചാൽ വലിയ കമ്പനികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും അല്ലേ. കാരണം എന്ന് വെച്ചാൽ അഹമ്മദാബാദ് പോകണം സ്ഥലം. അഹമ്മദാബാദിനെ പറ്റി പറയുമ്പോൾ അഹമ്മദാബാദിൽ ഒരുപാട് കമ്പനികളുണ്ട്. അഹമ്മദാബാദ് മില്ലുകളൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? കേരളത്തിലൊന്നുമില്ല, കേരളത്തിലൊക്കെ അന്ന് ഇൻഡസ്ട്രികളൊന്നുമില്ല, ഇന്നുമില്ല. കേരളത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മുമ്പത്തെ സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും അഹമ്മദാബാദ് മില്ലുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ഒരുപാട് മില്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പരമായി ഒരുപാട് വികസിച്ച ഒരു നാടും കൂടിയാണ്. അഹമ്മദാബാദിൽ അന്ന് ഈ തുണി മില്ലുകളൊക്കെ പോയിട്ട് എടുത്ത് വസ്ത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വസ്ത്രം വിൽക്കാൻ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മെയിനായിട്ട് എടുക്കുക മുംബൈ അഹമ്മദാബാദ് മില്ലുകളിൽ നിന്നാണ്. അഹമ്മദാബാദാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഇവിടെ പഴയകാല ഫോട്ടോ ഉണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ പത്നി കസ്തൂർബ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെ ചർക്ക ചെയ്യുന്നുണ്ടോ? ചർക്കയിൽ നൂൽ നൂൽക്കുന്നു. ആ പഴയ ഫോട്ടോസുകളാണ് ഇതൊക്കെ. ഇറ്റ്സ് എ വെരി മാസ്റ്റർ പീസ് ഫോട്ടോസ്. വളരെ നൊസ്റ്റാൾജിക് ഫോട്ടോസാണ്. ഇത് കുറച്ചും കൂടി വലിയൊരു ചർക്കയാണ്, കുറച്ച് വലിയൊരു ചർക്കയാണ്. പിന്നെ ഇവിടെ തൊട്ട് അടുത്ത് വേറെ റൂമുണ്ട്. അവിടെ ചെറിയ ഇലക്ട്രിക് വെച്ചുകൊണ്ടുള്ള മെഷീനുകളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. ഇത് വേറൊരു ചർക്ക. ഇത് കണ്ട, ഇത് സൈക്കിളിൻ്റെ ഇതുകൊണ്ടുള്ള ഒരു മോഡലിടെ ആക്കി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറം ചെറിയ ഇലക്ട്രിക് ആക്കുന്ന ചർക്കകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചെറിയ കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച മുമ്പ് ഒരു കോൺവെൻറ്റ് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ ആ കോൺവെൻറ്റ് സ്കൂളിൻ്റെ അവർക്ക് ചെറിയ രീതിയിൽ ഈ തുണിയുടെ ഇങ്ങനത്തെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് കാലിനെ കൊണ്ട് ചെയ്യുന്നതായിരുന്നു. ഏകദേശം ഇതേപോലെ തന്നെ തുണി ഇങ്ങനെ ഇതായിട്ട് നൂല് ഇങ്ങനെ പിരിഞ്ഞ് വരും. നമ്മൾ നൂല് പിരിഞ്ഞ് ഇതാക്കല്ലേ, അതേപോലെ വരുന്നത്. അത് കാലിനെ കൊണ്ടാക്കുന്നതാണ്. ഇത് ഇലക്ട്രിക്കാണ് ഞാൻ കണ്ടത്, ഇലക്ട്രിക്കിൻ്റെ ഇതാണത്. ശരിക്കും പറഞ്ഞാൽ അഹമ്മദാബാദ് തന്നെയാണ് ദ ക്യാപിറ്റൽ ഓഫ് ടെക്സ്റ്റൈൽസ്. ഇപ്പം തമിഴ്നാടുണ്ട്, തമിഴ്നാട്ടിൽ തിരുപ്പൂരുണ്ട്, സേലം, ഈ റോഡൊക്കെ ഉണ്ട്, അവിടെ തന്നെ പോയിട്ട് എടുക്കാം. മുമ്പ് ഒരു കാലത്ത് 90s അതിന് മുമ്പൊക്കെ എന്ന് വെച്ചാൽ മെയിനായിട്ട് അഹമ്മദാബാദാണ്. അവിടെ വന്നിട്ട് ആ സാധനം എടുക്കാം. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ തുണിക്കച്ചവടക്കാർ. അഹമ്മദാബാദുണ്ട്, മുംബൈ ഉണ്ട്, അതിനുശേഷം പിന്നെ കൊൽക്കത്തയൊക്കെ വന്നു. പക്ഷെ അഹമ്മദാബാദ് ഇപ്പോഴും പ്രൗഢിയോടെ നിൽക്കുന്നതിലാണ് കാര്യം. ഇത് ഗാന്ധിജി, വല്ലഭായ് പട്ടേൽ, നെഹ്റുയുടെ ഫോട്ടോ ആണ്. ഇവിടെ ഒരു ഹാളാണ്, ഒരു ഫോട്ടോ എക്സിബിഷൻ ഹാളാണ്. ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇത് ലേ ഔട്ടാണ് കേട്ടോ. ഇതിൻ്റെ ലേ ഔട്ടൊക്കെ ആക്കി വെച്ചാൽ സബർമതി ആശ്രമത്തിൻ്റെ ആ ഒരു ലേ ഔട്ട് ആക്കിയാണ്. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, വലിയൊരു അത്യാവശ്യം വലിയൊരു മ്യൂസിയമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ കാണേണ്ട കാഴ്ചകളുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും 2-3 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഫുള്ള് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അഹമ്മദാബാദ് വരികയാണെങ്കിൽ ഇവിടെ വരിക, നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. കാരണം അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഗാന്ധിജി അദ്ദേഹം കൊടുത്ത വാല്യൂ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോവാം. ഇതാണോ സ്വച്ഛത, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചാണ്. ക്ലീൻ ആക്കല്ലേ, സ്വച്ഛത, സ്വദേശി, വൊക്കേഷണൽ ലേണിംഗ്, സെലിബ്രേറ്റിംഗ് ദ ഗേൾ ചൈൽഡ്, വുമൺ എംപവർമെൻറ്റ്, ജെൻഡർ ഇക്വാലിറ്റി, അൺടച്ചബിലിറ്റി, സ്വസ്ഥ്യ, എത്തിക്സ്, പ്രൊപ്രൈറ്ററി, ഇതൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവന്ന മൂല്യങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദ ലെറ്റർ ഫ്രം മോഹൻ ടു ചാർലി, പഴയ ആർക്കോ ചാർലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് 1928 അയച്ച ലെറ്ററിൻ്റെ കോപ്പിയാണ് കേട്ടോ. ഇത് ഗാന്ധിജി തുടങ്ങി വെച്ചിട്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിയാണ്. അത് സ്വദേശി സ്വരാജ് അല്ലെ, സ്വന്തം രാജ്യം, അതുപോലെ സ്വദേശികളെ സ്വന്തം വസ്ത്രങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇത് പഴയ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗാന്ധി എക്സിബിഷൻ്റെ ഫോട്ടോ ആണ്. ഗാന്ധിജി പങ്കെടുത്ത ഗാന്ധി എക്സിബിഷൻ്റെയാണ്. അതുപോലെ ഇവിടെ വലിയ സ്കൂളുണ്ട്, സ്കൂള് പണി കഴിപ്പിച്ച അദ്ദേഹമാണ്.
പഴയ സ്കൂളുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ പഴയ ഒരുപാട് ഫോട്ടോസുകളുണ്ട്. നമുക്ക് എല്ലാ ഫോട്ടോസും വളരെ വിശദീകരിച്ച് കാണാൻ പറ്റില്ല, സമയമില്ല. എന്നാലും മാക്സിമം സ്പീഡിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇത് ദണ്ഡിയാത്ര. ദണ്ഡിയാത്രയിൽ ഉപ്പ് കുറുക്കുന്ന ഇതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതുണ്ട്, ഗാന്ധിജി പഴയ പ്രസംഗമാണ്. അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദണ്ഡി മാർച്ചിൻ്റെ കാര്യം പറയുന്നത്. ദണ്ഡി മാർച്ച് മൈൽ സ്റ്റോൺ ഇൻ ദ നാഷണൽ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് കോളനീസ്. നമ്മൾ ഏകദേശം ചെറുങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉപ്പിനും ടാക്സ് കൊണ്ടുവന്നു, സാൾട്ട് ടാക്സ്. ഉപ്പിനും ടാക്സ് കൊടുത്തപ്പോഴും എന്ത് ചെയ്തു, സ്വന്തമായി ഉപ്പ് കുറുക്കാവുന്ന രീതിയിൽ അദ്ദേഹം പോയി. അങ്ങനെ ദണ്ഡി കടപ്പുറത്തൊക്കെ പോയത് അതിൻ്റെ ഫോട്ടോസുകളാണ് കേട്ടോ. ഇതൊക്കെ പഴയ ഫോട്ടോസുകളാണ്. ഗാന്ധിജി അവരെ ആൾക്കാരൊക്കെ ഇരുന്ന് ഉപ്പ് കുറുക്കുന്നതാണ് സംഭവം. അങ്ങനെ ഗാന്ധിജി അറസ്റ്റൊക്കെ ചെയ്ത കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് പഴയ ഫോട്ടോസാണ്, പഴയ ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചതായിരിക്കാം. പിന്നെ ചില ഫോട്ടോസുകളുണ്ട്, അത് ഒറിജിനൽ ഫോട്ടോസാണ്. ഇത് ഗാന്ധിജീസ് പ്രൊവിഷൻ ഫൗണ്ടിങ്, അങ്ങനെയാണ് ആശ്രമം പണിതത്. ഈ ആശ്രമം നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമം പണിഞ്ഞതാണ്. ആ ഫോട്ടോസുകളൊക്കെ കാണാം. ആശ്രമത്തിൻ്റെ പഴയ ഫോട്ടോസുകളൊക്കെ ഉണ്ട് ഇവിടെ. പഴയ മുമ്പത്തെ ഫോട്ടോസാണ്. ഇത് പഴയ മെഷീൻസ് അല്ലേ, ആ തുണിയുടെയൊക്കെ ഇൻഡസ്ട്രിയൽ മെഷീൻസൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ചർക്ക, ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ ഹരിജൻസ്, ഇത് ഹരിജൻസ് അല്ലേ, അന്ന് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹരിജൻസിനെ അവരുടെ കൂടെ അവരുടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലും ഗാന്ധിജി വന്നിട്ടുണ്ട്. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി എതിരെ ഗാന്ധിജി ഒരുപാട് ശബ്ദം ഉയർത്തിയതാണ്. ഹരിജൻസ് ടു ആശ്രമം. ഹരിജൻസിനെയും ആശ്രമത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കറിയാലോ, ഫോറിൻ ക്ലോത്ത്, വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ട് ബഹിഷ്കരിക്കുക എന്നുള്ള ആ ഒരു മൂവ്മെൻ്റാണ് അല്ലേ, വിദേശ വസ്ത്രങ്ങൾ. കാരണം
ബ്രിട്ടീഷുകാരുടെ വന്ന് നമുക്കറിയില്ല, കോളനിയാണോ, കോളനി മീൻസ് ഓരോരോ കമ്പനികളെ പോലെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നു. അവരുടെ സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾക്ക് വിലയില്ലാത്ത അവർ തരുന്ന അവർ നിശ്ചയിക്കുന്ന പൈസക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. അതാണല്ലേ സ്വരാജ്യ സ്വദേശി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതാ വൈക്കം സത്യാഗ്രഹം, വൈക്കം സ്റ്റേ. അപ്പോൾ അതിനെതിരെയാണ് വിദേശ ബഹിഷ്കരണമൊക്കെ ഉണ്ടായത്. ഇത് അദ്ദേഹത്തിൻ്റെ പത്നി കസ്തൂർബ ഗാന്ധിജി അവരുടെ കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ്. चलो